ലാലേട്ട ഇപ്പൊ കരയും, ഋഷി ഇപ്പൊ കരയും കേട്ടാ. ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഋഷിയെടുത്ത് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. വളരെ വളരെ മോശമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയണം. എനിക്കിത് പറയാൻ താല്പര്യമില്ല. എത്ര പ്രാവശ്യം പറയണം? എനിക്ക് നേരെ തന്നെ ഇപ്പൊ ഇത്രയും ദിവസം 63 ദിവസമായി. ഇനിയെങ്കിലും നന്നായിട്ടൊക്കെ ഇവർക്ക് ഗെയിം കളിക്കാൻ പാടില്ലേ? ആ കറക്റ്റ് കാര്യം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഋഷിയുടെ ഒരു സ്വഭാവമാണ് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ അടിച്ചു തകർക്കുക. കൊള്ളാം. പണിഷ്മെന്റ് കൊടുത്തില്ല ലാലേട്ടൻ. 500 പോയിന്റ് കട്ട് ചെയ്തു. അതെന്തായാലും നന്നായിട്ട്. ലാലേട്ടൻ ബ്രേക്ക് എടുക്കാൻ പോയി. ബ്രേക്ക് എടുത്തിട്ട് വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ലാലേട്ടന്റെ ടാർഗറ്റ് നമ്മുടെ ഋഷിയും അൻസിബയായിരുന്നു. അതുപോലെ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ടാർഗറ്റ് ചെയ്തിരുന്ന 2 പേരെന്ന് പറയുന്നത് ഋഷിയെ അൻസിബയായിരുന്നു. വയറിറച്ച് 2 പേർക്കും കിട്ടി. ആവശ്യമായിരുന്നു. കാരണം ഫ്രണ്ട്ഷിപ്പൊക്കെ ആവാം, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറയുന്നതേ ഋഷി കേൾക്കൂ. അൻസിബയെ ആരും ഒന്നും പറയാൻ ഋഷി സമ്മതിക്കത്തില്ല. 2 പേരും ഭയങ്കര എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞു എന്തായാലും കൊടുത്തു. ലാലേട്ടൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ച് സമാധാനം ഉണ്ടാവും കേട്ടോ. ദേഷ്യം വരുമ്പോൾ അവിടെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അടിച്ചു തകർക്കുക. അപ്പൊ അതിനൊക്കെ ആയിട്ട് ലാലേട്ടനൊരു പണിഷ്മെന്റ് ആയിട്ടാണ് 500 പോയിന്റ്സ് അവരുടെ മറ്റേ പോയിന്റിൽ നിന്നും കട്ടാക്കി. അപ്പൊ അവർക്ക് സാധനങ്ങൾ അത്രയും കുറച്ച് സാധനങ്ങളെ അവർക്ക് കിട്ടുള്ളൂ. അങ്ങനെ തന്നെ വേണം. നമ്മൾ പ്രേക്ഷകർ ഇത് എന്താ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും ലൈവ് ഫുൾ ടൈം കണ്ടോണ്ടിരിക്കും. ഇവരുടെ വഴക്കും ഈ ചീത്ത അടിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു നമുക്കൊന്ന് കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കാൻ തോന്നുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈൽഡ് കാർഡായിട്ട് നമ്മുടെ സിബിനൊക്കെ വന്നപ്പോൾ ഉള്ള എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആ എപ്പിസോഡൊക്കെ ആയിരുന്നു കിടില്. നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ പുറത്താക്കുകയും ചെയ്യും. എന്നിട്ട് ഒന്നിനും ഒരു ഗുണമില്ലാത്ത കുറെ എണ്ണത്തിനെ പിടിച്ച് അകത്തിടുകയും ചെയ്യും. എന്നിട്ട് ഇതുങ്ങൾ തമ്മിൽ അങ്ങും ഇങ്ങും ഭയങ്കര വഴക്ക്. എന്ന് വെച്ച് ഗബ്രി പോയത് നല്ല കാര്യം കേട്ടോ. ഗബ്രി പോയത് കൊണ്ട് നമ്മുടെ ജാസ്മിൻ ഇപ്പോൾ കുറച്ച് ഉഷാറായിട്ടൊക്കെ വരുന്നു. എനിക്ക് ആദ്യമൊന്നും ജാസ്മിന് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഒരുപാട് ഇഷ്ടമാണെന്നല്ല എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ ജാസ്മിൻ ഗെയിമിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും 63 ദിവസമായെന്നാ പറഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങളോട് കഴിയുമ്പോൾ ബിഗ് ബോസ് അവസാനിക്കും. അപ്പോൾ ഒരു സങ്കടം. കാരണം നമുക്ക് യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് ആയിരുന്നു ബിഗ് ബോസ്. അതും പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 6 ഒരു പ്രത്യേകതരം ബിഗ് ബോസ് തന്നെയായിരുന്നു അല്ലേ? നമ്മുടെ ജബ്രികളുടെ വിളയാട്ടമായിരുന്നു. അപ്പൊ എന്തായാലും അതൊക്കെ അവസാനിച്ചു. നമ്മുടെ ഗബ്രി പുറത്തു പോയി. അപ്പൊ ഒരു പ്രത്യേക ഒരു കാര്യം പറയാം. നമ്മുടെ അഖിൽമാരും ഗബ്രിയും കൂടെ നാളെ ഒരു ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് കേട്ടോ. കൊച്ചിയിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം. അപ്പൊ 2 പേരും ഒരുമിച്ചാണ് വരുന്നത്. ഇവരെ തമ്മിൽ 2 പേരും കൂടെ എന്തായിരിക്കും ആ ഒരു ഗബ്രിയും അഖിൽമാരും കൂടെ നാളെ ഒരു ഉദ്ഘാടനത്തിന് എന്തോ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് കൊച്ചിയിൽ വരുന്നുണ്ട്. അപ്പൊ അവര് 2 പേരും അവരുടെ ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടതാണ് കേട്ടോ. ഈ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സമയത്ത് പരസ്യം ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മള് കുറെ നേരം ഇങ്ങനെ ഇരിക്കും. ഇന്ന് പോകുന്നത് ശരണ്യാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഉറക്കം വരുത്. സമയം 10 മണിയാകാൻ പോകുന്നു. നമ്മളൊക്കെ ഹോട്ട്സ്റ്റാറിലാണ് കേട്ടോ ലൈവായിട്ട് കാണുന്നത്. ഏഷ്യാനെറ്റിലല്ല കാണുന്നത്, നമ്മൾ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ ഈ ഒരു പരിപാടി ലൈവ് 16K ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. ലൈവിലൊന്നും ആരും വരുന്നില്ല. ആരൊക്കെയോ 1-2 പേരൊക്കെ വന്ന പോലെ തന്നെ പോയി.